ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തമായ ചെറുപ്പവിശുദ്ധനായവരിൽ ഒരാളായ കാർലോ അക്യൂട്ടിസ് എന്ന യുവാവിനെ കുറിച്ചാണ്. വെറും 15 വയസ്സിൽ ആയുസ് അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും കഴിവും ഇന്നും ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് പ്രചോദനമായാണ് നിലകൊള്ളുന്നത്. ഈ വീഡിയോയിൽ കാർലോയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, കമ്പ്യൂട്ടർ പ്രാവീണ്യം, വിശുദ്ധ ജീവിതം, അന്തിമ ദിനങ്ങൾ, സഭയിലെ അംഗീകാരം എന്നിവയാണ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാർലോ അക്യൂട്ടിസ് 1991 കാർലോ അക്യൂട്ടിസ് ജനിച്ചത്. മെയ് 3 ഇറ്റലിയിലെ ലണ്ടനിലെ ഒരു കുടുംബത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. പിന്നീട് കുടുംബം മിലാനിലേക്ക് മാറി. കാർലോ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിനോട് വലിയ പ്രിയം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം വെറും 7-8 വയസ്സിൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. ദിനം പ്രതി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. കാർലോയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ വളർത്തുന്നതിന് മികച്ച പിന്തുണ നൽകിയിട്ടുണ്ട്. കാർലോയ്ക്ക് മനസ്സിലാവാൻ തുടങ്ങി, വിശ്വാസം വെറും പ്രാർത്ഥനയല്ല, ഒരു ജീവിത രീതിയാണ്. അദ്ദേഹം രോഗികൾക്കും ദരിദ്രർക്കും സഹായമേറെ ചെയ്തു. ആ ഒരു വയസ്സിൽ, ആ ഒരു ഏജിൽ അദ്ദേഹത്തിന് എന്തൊക്കെ സംഭാവന ചെയ്യാൻ സാധിക്കുമോ ആ ഒരു രീതിയിലാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കാറും വീടും ബംഗ്ലാവും ഒന്നും കൊടുക്കുക എന്നല്ല. ഇപ്പം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറേ കാശിട്ടവരല്ല, ഒരു ദരിദ്രയായ സ്ത്രീ വന്ന് 2 നാണയത്തുണ്ടിട്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം എന്ന് യേശു തന്നെ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം കയ്യിൽ ഉള്ളത് എന്താണോ അത് സന്തോഷത്തോടു കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ പോക്കറ്റ് മണി പോലും അനാഥർക്കായി നൽകിയിരുന്നു. കാർലോ എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് ജീസസ് ഈസ് മൈ ഹൈവേ ടു ഹെവൻ എന്നാണ്. കുട്ടിയായിരിക്കെ തന്നെ അദ്ദേഹം യുവജനങ്ങൾക്ക് മാതൃകയായിട്ടാണ് നിലകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ ടെക്നോളജിയാണ്. കാർലോ ടെക്നോളജി വളരെ ഇഷ്ടപ്പെടുന്നവനായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ പിള്ളേരും ടെക്നോളജി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ ടെക്നോളജിയിൽ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് സെൽഫിഷായിട്ട് യൂസ് ചെയ്യാം, പിന്നെ പൊട്ട കാര്യങ്ങൾക്കായി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ സോഷ്യൽ സർവീസുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ദൈവരാജ്യം ഇപ്പോൾ പ്രസംഗിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടും ഈ ടെക്നോളജി യൂസ് ചെയ്യാം. ഇവിടെ കാർലോ ടെക്നോളജി യൂസ് ചെയ്തത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യൽ, ഡാറ്റാബേസുകൾ നിർമ്മിക്കൽ എന്നിവയിൽ അദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്ന ഒരു മനുഷ്യനാണ്. കാർലോ ടെക്നോളജി വളരെ ഇഷ്ടപ്പെടുന്നവനായിരുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ സംഭാവന എന്ന് പറയാനായിട്ട് ലോകമെമ്പാടുമുള്ള എക്കാരിസ്റ്റിക് മിറാക്കിൾസ്, അതാണ് വെബ്സൈറ്റ്. കാർലോയിൽ വെച്ച് പറയുന്നത്, ടെക്നോളജി ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്, യൂസ് ഇറ്റ് ടു സ്പ്രെഡ് ദ ഫെയ്ത്ത് എന്നാണ്. ഇത് മാത്രം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോർസൈറ്റ്, ക്രിയേറ്റിവിറ്റി, വിശ്വാസം എല്ലാം നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചതിനെ പറ്റി ലോകമെങ്ങും പ്രചരിപ്പിക്കാനും ഒക്കെ സോഷ്യൽ മീഡിയയെ അതിനുവേണ്ടി അദ്ദേഹം യൂസ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ 2006 ഒക്ടോബറിലാണ് കാർലോ വെറും 15 വയസ്സ് മാത്രമുള്ളപ്പോൾ ലൂക്കീമിയ രോഗം ബാധിച്ചത്. അദ്ദേഹം ഇതിനെ വളരെയധികം ധൈര്യത്തോടെയും വിശ്വാസത്തോടെയുമാണ് നേരിട്ടത്. മരണത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഐ ആം ഹാപ്പി ടു ഡൈ ബിക്കോസ് ഐ ഹാവ് ലീവ് ഫോർ ജീസസ് എന്നാണ്. ഐ ആം ഹാപ്പി ടു ഡൈ ബിക്കോസ് ഐ ഹാവ് ലീവ് ഫോർ ജീസസ്. എന്താല്ലേ, നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? മരിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കുക എന്താണ്, എൻ്റെ കർത്താവേ, എനിക്കിനി എൻ്റെ ഇവരെ കാണാൻ പറ്റില്ല, അവരെ കാണാൻ പറ്റില്ല, എനിക്കിത് കാണാൻ പറ്റില്ല, എനിക്കത് കാണാൻ പറ്റില്ല, എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മൾ മരിക്കുമ്പോൾ. എന്തിനാണ് കർത്താവ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്തിനാണ് എനിക്കിങ്ങനെ ഒരു കുരിശ് തന്നത്? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച ഈ ഒരു വ്യക്തി, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശുദ്ധനായി മാറിയത്. അദ്ദേഹത്തിൻ്റെ സമാധാനവും വിശ്വാസവും
ചുറ്റുപാടിലുള്ളവർക്ക് വലിയ പ്രചോദനമാവും. മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ശരീരം അസീസി, ഇറ്റലിയിലെ ബസിലിക്ക ഓഫ് സെൻറ്റ് ഫ്രാൻസിസിൽ, അവിടെയാണ് എൻ്റെ ശരീരം അടക്കം ചെയ്യേണ്ടതെന്ന് മുമ്പേ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു. ഹെക്കാരിസ്റ്റിക് മിറാക്കിൾസിൻ്റെ വെബ്സൈറ്റിൻ്റെ സന്ദേശം വ്യാപിപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് സംരക്ഷിക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് 2020 ഒക്ടോബർ 10 കാർലോ അക്യൂട്ടീസിനെ ബ്ലെസ്ഡ് കാർലോ അക്യൂട്ടീസായി പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹത്തെ ഇന്ന് ഇൻ്റർനെറ്റിൽ ഇന്ത്യ പാട്രോൺ സെയിൻറ്റ് എന്നും വിളിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കട്ടെ. കാർലോയുടെ ജീവിതം ചെറുപ്പക്കാരനായതിലും സ്നേഹം, സേവന മനോഭാവം, ടെക്നോളജി ഉപയോഗം എന്നിവയിലൂടെയൊക്കെ സജീവമാണ്. ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കട്ടെ, പ്രത്യേകിച്ച് ടെക്നോളജി ഉപയോഗിച്ച് വിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ. കാർലോ അക്യൂട്ടീസ് നമുക്ക് പഠിപ്പിക്കുന്നത് വിശ്വാസവും സത്യസ്നേഹവും സമൂഹ സേവനവും ടെക്നോളജി സൃഷ്ടിപരമായ രീതിയിൽ ഉപയോഗിക്കലുമാണ്. കുറഞ്ഞ പ്രായത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ലോകം മുഴുവൻ യുവജനങ്ങൾക്ക് പ്രചോദനമായ ജീവനാകുന്നു. ഇന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ച് നല്ലൊരു മാതൃക നമുക്ക് സ്വീകരിക്കാം. ഇന്നിപ്പോൾ അദ്ദേഹം വിശുദ്ധനാവുകയാണ്, അൾത്താരയിലേക്ക് കയറുകയാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ ആവശ്യങ്ങളും അപേക്ഷിക്കാം. കാർലോ അക്യൂട്ടീസ് നമുക്ക് വേണ്ടി ദൈവത്തിനടുത്തിരുന്ന് ദൈവത്തോട് അപേക്ഷിക്കും. ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടിയുള്ള എല്ലാ നിയോഗങ്ങളും എല്ലാ സഹായങ്ങളും നമുക്ക് വാങ്ങിച്ചു തരും. അതിന് കാർലോ അക്യൂട്ടീസിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിർബന്ധമായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.